ഹലോ. ആ എടാ നീ എവിടാ? എന്നാടാ, എന്നാ കാര്യം? ഒന്നുമില്ലടാ, നീ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയായിരുന്നു. എടാ എന്നാ കാര്യം എന്നാന്ന് പറ. എടാ ഒന്നിച്ചിരുന്നൊരു ചായ കുടിക്കാന്ന് ഓർത്താ. ഇല്ലടാ, ഞാൻ വീട്ടിലില്ലടാ, ഞാൻ കുറച്ച് ദൂരെയാ. ആണോ? എന്നാ ഓക്കേടാ, കുഴപ്പമില്ല. ആ നോക്കടാ, ശരി. ആ നീ എങ്ങോട്ടാ? വീട്ടിലോട്ട് വന്നാണോ? അതെ അതെ. നീ എവിടെ പോവോ? എടാ മുണ്ടക്കം വരുന്നു പോയിരുന്നു. ഒരു പണിയുടെ കേസ് കൊണ്ടുണ്ടായിരുന്നേ. ഇന്ന് പോയി നോക്കിയാലോ ശരിയാത്തുള്ളൂ. എന്നാ ഓക്കെ, വിട്ടോ. അല്ല നീ ഈ വഴിക്ക് പതിയില്ലാതെ? ഏയ് ചുമ്മാതെ നിൻ്റെ കൂടുതൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു വന്നാ. ബൂസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ചേട്ടാ ഞാനിപ്പോൾ വന്നാലേ എൻ്റെ സമയം പോലോ. നീ ഒരു കാര്യം ചെയ്യോ, അവളും അമ്മയും വീട്ടിലുണ്ട്. നീ ചെന്നിട്ട് ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഏയ് നീ ഇല്ല എന്തായാലും കയറുന്നില്ല. ബാ, ടൗൺ വരെ ഞാനും ഉണ്ട്. എന്നാ മുഖത്തൊരു സങ്കടം പോലെ? നമ്മൾ ഒന്നിച്ചൊരു ചായ കുടിക്കണോ പെട്ടെന്ന് തോന്നലൊക്കെ? ഓ, ബൂസ്റ്റൊക്കെ ഇട്ട് ചായ കുടിക്കാനൊരാഗ്രഹം. ബൂസ്റ്റ് ഇട്ട് ചായയോ? എടാ 40-40 വയസ്സായില്ലേ നിനക്ക്? 40-40 വയസ്സൊക്കെ ആയി. പക്ഷെ അതിനിടയ്ക്ക് ഇതുവരെ ഈ സാധനം ഒന്ന് കുടിച്ചു നോക്കിയിട്ടില്ലടാ. നീ കുടിച്ചിട്ടുണ്ടോ? എവിടുന്ന്? അല്ല നിനക്ക് ബൂസ്റ്റ് ഇട്ട് ചായ കുടിക്കണമെങ്കിലേ കെട്ടുകൾ പറഞ്ഞിട്ട് തരത്തില്ലേ? പറഞ്ഞു, അതിനുള്ള കണക്കിന് കിട്ടുകയും ചെയ്തു. അതെന്നാ? എടാ മക്കൊക്കെ ഇതൊക്കെ തീരുമ്പോൾ ഞാൻ ഇല്ലാത്ത കാശിട്ടാക്കി മേടിച്ചു കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒന്ന് രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഇന്ന് രാവിലെ ഞാനൊരാഗ്രഹത്തിന് ഒരു സ്പൂണ് ബൂസ്റ്റ് ചായ ഇടാൻ വേണ്ടി ആ ടിന്നെടുത്തപ്പോഴേ അവൾ വെള്ളം വെച്ചു. മക്ക കൊള്ളാൻ പറഞ്ഞ് തിരിച്ച് മേടിച്ച് വെച്ചു. ഓ, ആദ്യം ചെയ്ത് നീ കുടിച്ചതുകൊണ്ട് എന്നാ സംഭവിക്കാനാടാ? എൻ്റെ മുഖത്തടിച്ചപ്പോൾ എനിക്ക് അത്ര സങ്കടമില്ലാന്നടാ. നമുക്കൊന്നും ആഗ്രഹിക്കാൻ പാടില്ല പോലും. തീരുമ്പോൾ മേടിച്ച് കൊടുത്താൽ മതി. എടാ എന്നാ പിന്നെ നിനക്ക് ചായക്കടയിൽ പോയി ബൂസ്റ്റ് ഇട്ട് ചായ കുടിച്ചാൽ പോരെ? നിനക്കറിയാവുന്നതല്ലേ ഞാൻ വെളിയിൽ നിന്നും കടയിൽ നിന്നൊന്നും വേറെ വാങ്ങിച്ച് കഴിക്കത്തില്ലെന്ന്. പോട്രാ, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. പക്ഷെ ഇന്ന് തന്നെ ഒന്ന് കുടിച്ചു നോക്കാൻ ഒരാഗ്രഹം. വാശിയൊന്നുമല്ല. നമ്മൾ വെറും വീട് നോക്കുന്ന യന്ത്രം മാത്രം ആവാൻ പാടില്ലല്ലോ. എടാ പണി പോയാലും കുഴപ്പമില്ല. ബാ നമുക്ക് വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് പോകാം. ഈ 5 രൂപ പാക്കറ്റ് വേണ്ടി നിൻ്റെ പണി കളയാനോ? അതൊന്നും വേണ്ട, നീ വിട്ടു. എൻ്റെ ഓരോ പൊട്ട ആഗ്രഹങ്ങളെ. കുഴപ്പമില്ല, പോട്ടെ. ശേ, നാണക്കേട്.